Hi everyone, welcome to Design with InDesign, a series where I help you design better and more effective layouts. സപ്പോസ് നിങ്ങളൊരു 100 പേജുള്ള പുസ്തകം ലേഔട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അതിൽ ആദ്യത്തെ 50 പേജ് ആർട്ടിക്കിൾ പോലുള്ള കോണ്ടന്റുകൾക്ക് നിങ്ങൾ മാറ്റി വെക്കുന്നു. അടുത്ത 50 പേജ് ഇൻ്റർവ്യൂസോ സ്റ്റോറീസൊക്കെ പോലുള്ള കോണ്ടന്റുകൾക്ക് മാറ്റി വെക്കുന്നു. ആദ്യത്തെ 50 പേജുകളിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 2 കോളം ലേഔട്ടാണ്. അടുത്ത 50 പേജുകളിലേക്ക് 3 കോളം ലേഔട്ട്. ഇവിടെ ഇൻഡിസൈൻ്റെ കേസിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പുസ്തകങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ പേജിലേക്കും വേണ്ട കോമൺ ആയിട്ടുള്ള എലമെൻറ്റുകൾ നമുക്ക് ഏറ്റവും ടോപ്പിലുള്ള പാരൻറ്റ് പേജിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള എല്ലാ പേജിലും അത് അപ്ലൈ ആവും, അത് വിസിബിൾ ആവും. ബേസിക്കലി ഡിഫോൾട്ടായിട്ട് ഇൻഡിസൈനിൽ 1 സെറ്റ് ഓഫ് പാരൻറ്റ് പേജാണ് ഉണ്ടാവുക, ലെഫ്റ്റ് റൈറ്റ് ആയിട്ടുള്ള 1 സെറ്റ് ഓഫ് പാരൻറ്റ് പേജ്. ഇവിടെ നമ്മൾ 2 കോളം പേജാണ് ആ പാരൻറ്റ് പേജിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മുടെ 100 പേജിലും അത് ഒരുപോലെ അപ്ലൈ ആവും. പക്ഷേ നമുക്കിവിടെ വേണ്ടത് എന്താണ്? ആദ്യത്തെ 50 പേജിലേക്ക് ഒരു ഡിസൈനും മറ്റുള്ള 50 പേജിലേക്ക് വേറെ ഡിസൈനുമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് അഡീഷണൽ പാരൻറ്റ് പേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. അതെങ്ങനെ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഞാനൊരു 100 പേജിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പേജസ് എന്നുള്ളതിൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ പാരൻറ്റ് പേജ് എന്നുള്ള ഒരു ഏരിയ കാണാം. അപ്പോൾ ഇവിടെ നിലവിൽ ഡിഫോൾട്ടായിട്ട് ഒരു പാരൻറ്റ് പേജാണുള്ളത്. അപ്പോൾ ഞാൻ ഒരു പാരൻറ്റ് പേജിൻ്റെ സെക്ഷൻ കൂടി ആഡ് ചെയ്യാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ന്യൂ പാരൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ ഓപ്പൺ ആകും. അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് പേരൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ത് പേരും കൊടുക്കാം. നിലവിൽ ബി എന്നുള്ളതാണ് അതിനകത്തുള്ളത്. ഞാൻ അതന്നെ നിലനിർത്തുകയാണ്. പ്രത്യേകിച്ച് വേറെ ചേഞ്ചസ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഒരു പാരൻറ്റ് പേജ് കൂടെ അഡീഷണലി ആഡ് ആയിട്ടുണ്ട്. ഇനി ഈ 2 പാരൻറ്റ് പേജുകൾക്കും നമുക്ക് 2 കോളം ലേഔട്ടുകൾ ഫിക്സ് ചെയ്ത് കൊടുക്കാം. പാരൻറ്റ് പേജ് കസ്റ്റം ചെയ്യുന്ന സമയത്ത് ആ ഒരു സെക്ഷനിലേക്ക് വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാരൻറ്റ് പേജ് ഇവിടെ ഓപ്പൺ ആകും. ഇവിടെ വന്നിട്ട് ഈ ലെഫ്റ്റ് റൈറ്റ് ഈ 2 പേജും സെലക്ട് ചെയ്യണം. അപ്പോൾ 2 പേജിലേക്കും നമ്മൾ കൊടുക്കുന്ന ഇതെന്താണോ അത് അപ്ലൈ ആകുള്ളൂ. അങ്ങനെ ലേഔട്ടിൽ വന്നു. ഇവിടെ വന്നാൽ മാർജിൻ ആൻഡ് കോളം എന്നുള്ള സെക്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോളം ആഡ് ചെയ്യാനുള്ള കോളം ഉണ്ട്. ഇവിടെ ഞാൻ 2 ക്ലിക്ക് ചെയ്തു, 2 കോളം ആഡ് ചെയ്തു. വേണ്ട ഗട്ടർ എന്ന് പറഞ്ഞാൽ ഈ കോളത്തിൻ്റെ ഇടയിലുള്ള സ്പേസിനാണ് നമ്മൾ ഗട്ടർ എന്ന് പറയുക. അപ്പോൾ അത് വേണ്ടത് എത്രയാണോ ഞാൻ തൽക്കാലം ഒരു 10 mm ആഡ് ചെയ്ത് ഓക്കെ അടിച്ചു. ഇനി ബി പാരൻറ്റ് പേജിലും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ബി പാരൻറ്റ് പേജ് ക്ലിക്ക് ചെയ്യുന്നു, അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സെലക്ട് ചെയ്യുന്നു, ലേഔട്ടിൽ പോകുന്നു, കോളം ഇവിടെ ഞാൻ 3 കോളമാണ് നമുക്കിവിടെ വേണ്ടത്. 3 കോളം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഗട്ടർ വേണ്ട പോലെ എത്ര വെച്ചാൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 8 അല്ലെങ്കിൽ ഒരു 7 സെലക്ട് ചെയ്യുന്നു, ഓക്കെ അടിക്കുന്നു. ഇപ്പോൾ നമ്മൾ 2 പാരൻറ്റ് പേജിലേക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള കോളം ലേഔട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നോർമൽ പേജിൻ്റെ സെക്ഷനിലോട്ട് വരിക. അപ്പോൾ നമ്മൾ 1ാമത്തെ പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കലി 100 പേജിലും നമ്മുടെ പാരൻറ്റ് പേജിൻ്റെ സ്റ്റൈലാണ് അപ്ലൈ ആയിട്ടുള്ളത്. 2 കോളമുള്ള സ്റ്റൈലാണ് അപ്ലൈ ആയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേജ് 50 വരെ ഏതായാലും ഈ ഒരു ലേഔട്ടിനാണ് നമുക്ക് കീപ്പ് ചെയ്യുന്നത്. 50 മുതൽ നമ്മൾ 100 വരെയുള്ള പേജ് ഷിഫ്റ്റ് നെക്കിയിട്ട് പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇത് റൈറ്റ് ബട്ടൺ അടിക്കുന്നു. ഇതിനകത്ത് അപ്ലൈ പാരൻറ്റ് പേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിനകത്ത് നമ്മൾ അപ്ലൈ പാരൻറ്റ് എന്നുള്ള ഈ കോളത്തിൽ ബി പാരൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 50 പേജ് മുതലുള്ളതൊക്കെ 3 കോളം ലേഔട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എത്ര പാരൻറ്റ് പേജുകൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.